പരസ്പരം മേധാവിത്വം നടിക്കുവാനോ അല്ല, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം ഭക്തി 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 മാത്രമാണ് എന്ന് ലോകത്തോട് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുകയുണ്ടായി. ഇസ്ലാം മനുഷ്യർക്ക് മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദർശനമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ വിട്ടേച്ചുപോയ ദർശനത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഇന്ന് നിലനിൽക്കുന്നത്. വിശ്വാസികൾ പരസ്പരം കലഹിക്കാനുള്ളവരല്ല. അവർ പരസ്പരം കലാപത്തിന്റെ ഭൂമികയിൽ ഏറ്റുമുട്ടേണ്ടവരല്ല. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, അവർക്കെതിരെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ അവരോട് നീതിപൂർവം പ്രവർത്തിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ മുഹമ്മദ് നബിയെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, മുഹമ്മദേ, നിന്നെ നാം ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. ജഗന്നിയന്താവായ നാഥൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മുസ്ലിങ്ങളെ മാത്രമല്ല ഇസ്ലാം അഭിസംബോധന ചെയ്തത്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഹേ മനുഷ്യകുലമേ എന്ന അഭിസംബോധനയാണ് വലിയ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. സമാധാനത്തിന്റെ ശാന്തിയുടെ മന്ത്രം ഉരുവിടാൻ വിശ്വാസികളെ ഇസ്ലാം പഠിപ്പിച്ചു. ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിപ്ലവങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും നാം ശ്രവിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ 40 വയസ്സ് കഴിഞ്ഞ് 23 വർഷകാലയളവിനുള്ളിൽ ഒട്ടനവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കി മാറ്റുവാൻ വേണ്ടി, ഒരു സിദ്ധാന്തമാക്കി പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി 1789 ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറിയത്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ആ വിപ്ലവത്തിൽ പിടഞ്ഞ് മരിച്ചത്. മാറ്റത്തിന്റെ, യുദ്ധത്തിന്റെ, പരിവർത്തനത്തിന്റെ കാഹളം എവിടെയൊക്കെ മുഴങ്ങിയോ അവിടെയൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തമാണ് ഒഴുക്കപ്പെട്ടത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങൾ, ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങൾ പേര് കേട്ടാൽ തോന്നും ലക്ഷക്കണക്കിന് മനുഷ്യരാകും ആ യുദ്ധങ്ങളിൽ മരിച്ചു വീണിട്ടുണ്ടാവുക എന്ന്. 23 വർഷകാലയളവിനുള്ളിൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കുവാൻ വേണ്ടി, ഒരു മഹാവിപ്ലവത്തിന്റെ ഗാഥ രചിക്കുവാൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവന്റെ എണ്ണം ലോകമറിയേണ്ടതാണ്. ഇസ്ലാമിന്റെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം കേവലം 1000-ൽ താഴെയാണ് എന്ന് വരുമ്പോ മനുഷ്യജീവന് ഇസ്ലാം കൽപ്പിക്കുന്ന വിലയുടെ ആഴം എന്തുമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എല്ലാ പ്രയാസങ്ങളെയും, ബുദ്ധിമുട്ടുകളെയും, വൈഷമ്യങ്ങളുടെ വഴികളെയും ധീരമായി തരണം ചെയ്ത പ്രവാചകൻ പൊട്ടിപ്പൊട്ടിക്കരയുന്ന കാഴ്ച ലോകം കണ്ടു. എപ്പോ കുട്ടികൾ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ, കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ, കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോ പ്രവാചകൻ മുഹമ്മദ് നബി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ വേണ്ടി കഴിയുന്നു. ഒരിക്കൽ ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു. പ്രവാചകനും അനുചരന്മാരും ഇരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് അടുത്തുകൂടെ. ആ ഘട്ടത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ അനുചരന്മാർ പറഞ്ഞു, പ്രവാചകരെ, അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല, ഒരു മുസ്ലിമിന്റെ മൃതദേഹമല്ല, അതൊരു ജൂതന്റെ മൃതദേഹമാണ്. ഇസ്ലാമിനെ വളരെ കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു ജൂതന്റെ മൃതദേഹം. അപ്പോഴാണ് പ്രവാചകൻ അനുചരന്മാരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, അതൊരു ജൂതന്റെ മൃതദേഹമല്ല, അതൊരു മനുഷ്യന്റെ മൃതദേഹമാണ്. മാനവികതയാണ്, മനുഷ്യത്വമാണ് മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ചത്. ആ ഉയർത്തിപ്പിടിച്ച മാനവികതയെയാണ്
സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. അതിനുശേഷം ആ ദൗത്യ നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് മഹാന്മാരായ സൂഫി വര്യന്മാർ ലോകത്ത് പ്രവർത്തിച്ചത്. നമ്മളുടെ രാജ്യം ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരു വിശ്വാസിക്ക് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഏറ്റവും അധികം ലോകത്ത് സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഒരു മതക്കാരനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഭരണഘടനാപരമായി അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചത്? അബ്രഹാം ലിങ്കൺ ഏതൊരു ബൈബിളിൽ തൊട്ടുകൊണ്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത്, അതേ ബൈബിളിൽ തൊട്ടുകൊണ്ടാണ് ബറാക് ഒബാമയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അന്നാണ് നമ്മളിൽ വലിയ ഒരു ശതമാനം ആളുകളും മനസ്സിലാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധുവാകണമെങ്കിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമേരിക്ക, അമേരിക്കയുടെ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധുവാകണമെങ്കിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചോ? ഭഗവത്ഗീതയിൽ തൊട്ടുകൊണ്ട്, മഹാഭാരതത്തിൽ തൊട്ടുകൊണ്ട്, തൊണ്ടേ ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരികളായി നാം മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ്. ദി മോസ്റ്റ് സിവിലൈസ്ഡ് പീപ്പിൾ, ബ്രിട്ടീഷുകാരാണ് ഏറ്റവും പരിഷ്കൃത ചിത്തരായ ആളുകൾ എന്നാണ് ഉദ്ഘോഷിക്കപ്പെടുന്നത്. ആ നാട്ടിൽ അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ അവിടുത്തെ ഭരണഘടനയനുസരിച്ച് ക്രിസ്തുമത വിശ്വാസി മാത്രമായാൽ പോരാ, ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനാകണം. നമ്മളുടെ രാജ്യത്ത് ഏതെങ്കിലും മതക്കാർക്ക് ഇന്ത്യയുടെ പ്രസിഡന്റാകാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വല്ല വിലക്കുമുണ്ടോ? മതമൈത്രിയും സൗഹാർദ്ദവും ഏറ്റവും അധികം ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണം. നമ്മളുടെ രാജ്യം ജീവിക്കുമ്പോഴേ നമുക്കും ജീവിക്കാൻ കഴിയൂ. രാജ്യം മരിച്ച് നമുക്കൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കാവണം. എന്തിനേക്കാളും അധികം മതമൈത്രിക്കും മതസൗഹാർദ്ദത്തിനും വില കൽപ്പിച്ചിട്ടുള്ളവരാണ് ഇന്ത്യക്കാർ. ഞാൻ ഓർക്കുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന മനുഷ്യനെ. മഹാപണ്ഡിതനായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. വിശുദ്ധ ഖുർആന് നിരവധി വോള്യങ്ങളുള്ള വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. ആ പണ്ഡിതനായ മനുഷ്യൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടു, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമരം അതിതീക്ഷ്ണമായി രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്നേ ദിവസം സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് കുതുബ് മിനാറിന്റെ മുകളിൽ കയറിയിരുന്ന് എന്നോട് ചോദിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക, എന്നോട് പറയുന്നു എന്ന് കരുതുക, ഹേ മിസ്റ്റർ ആസാദ്, നിങ്ങൾ ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കാമെങ്കിൽ ഈ രാവ് പുലരുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അങ്ങേക്ക് നൽകാം. ഈ രാജ്യത്തിന്റെ ഭരണം അങ്ങേക്കും ഇന്ത്യക്കാർക്കും നൽകാം. അങ്ങനെ കുതുബ് മിനാറിന്റെ മുകളിൽ വന്നിരുന്നുകൊണ്ട് ഒരു മാലാഖ എന്നോട് പറയുന്നു എങ്കിൽ ഞാൻ ആ മാലാഖയോട് പറയും, അല്ലയോ മാലാഖേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. പക്ഷേ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ തകർച്ച മാനവികതയുടെ തകർച്ചയാകും. ആ തകർച്ച സംഭവിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം, ഒരു അധികാരം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുമെന്ന് പ്രഖ്യാപിച്ച മൗലാന അബുൽ കലാം ആസാദ് എന്ന മഹാപണ്ഡിതന്റെ പിന്മുറ അവകാശപ്പെട്ടുകൊണ്ട്, ആ പിന്മുറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ആശയത്തിന്റെ ദീപശിഖ രാജ്യത്തുയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശൈഖുനാ ശൈഖുസ്സമാൻ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഈ കേരള യാത്രക്ക് കാസർഗോട്ട് നിന്ന് തുടക്കം കുറിച്ചത്.
നിരവധി മതക്കാർ, വിശ്വാസികൾ, രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്നവർ അവർ ഒരുമിച്ച് അണിനിരന്നു. ഈ യാത്രയിൽ കണ്ണൂരിൽ വെച്ച് EP ജയരാജനും സുധാകരനും ബഹുമാന്യനായ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വലിയ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്, രാഷ്ട്രീയമായി വലിയ അനൈക്യത്തിൽ കഴിയുന്നവരാണ്. ആ ഞങ്ങളെ ഒന്നിപ്പിക്കാൻ, ഒരേ വേദിയിൽ കൊണ്ടുവരാൻ ഈ യാത്രക്ക് സാധിച്ചു എന്ന് ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു എങ്കിൽ അതാണ് ആ യാത്രയുടെ സാമൂഹ്യ പ്രസക്തി. ഈ യാത്രക്ക് നായകത്വം നൽകുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം, നമുക്ക് കഴിയണം. രാജ്യത്തിന്റെ സൗഹാർദ്ദം, നാടിന്റെ മൈത്രി അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്കാവണം. മുസ്ലിമായി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ രാജ്യത്ത് ചില അവഗണനകളെ ചില ഘട്ടങ്ങളിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയോളം അത് നിലനിൽക്കുന്ന ഒരു രാജ്യം വേറെയില്ല. പാകിസ്ഥാൻ നമ്മളുടെ രാജ്യത്തു നിന്ന് ഭിന്നിച്ചു പോയി. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറി. വലിയ പ്രതീക്ഷകളോടുകൂടി പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത മുസ്ലിങ്ങൾ മുഹാജിറുകൾ എന്ന പേരിലാണ് അവിടെ വിളിക്കപ്പെട്ടത്. പലായനം ചെയ്തെത്തിയവർ, അഭയാർത്ഥികൾ. ആ അഭയാർത്ഥികളായി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തിയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ അധികം വൈകാതെ അവഗണനകളെ നേരിടേണ്ടതായിട്ട് വന്നു. അവഗണന സഹിക്കവയ്യാതായപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്ത മുസ്ലിങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ പേരായിരുന്നു മുഹാജിർ ഖൗമി മൂവ്മെന്റ്. ആ പാർട്ടിയുടെ നേതാവായിരുന്നു അൽതാഫ് ഹുസൈൻ. മുഹാജിർ ഖൗമി മൂവ്മെന്റ് അൽതാഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്: വി വോണ്ട് ഇക്വാലിറ്റി വിത്ത് ദി ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഒന്നാം തരം പൗരന്മാരെ പോലെ ഞങ്ങളെയും ഗണിക്കണം. 95% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പിന്നീട് പിളർന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു നാടുണ്ടായി, മറ്റൊരു രാജ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ വ്യത്യസ്ത മതക്കാർ, വിശ്വാസികൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഭാഷകൾ, വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. ഈ രാജ്യം കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി സുശക്തമായ ഒരു രാജ്യമായി നിലനിൽക്കുന്നു. ആ രാഷ്ട്രത്തെ തകർക്കാൻ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കണം. അതിലൂടെ മാനവികതയെ കശാപ്പ് ചെയ്യണം, മനുഷ്യത്വത്തെ എന്നേക്കുമായി ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോംബ് സ്ഫോടനങ്ങൾ, വെടിവെച്ചകൾ, ഭീകരവാദം, തീവ്രവാദം, ഇതൊക്കെ 92 ശേഷമാണ് നമ്മൾ കേൾക്കുവാൻ വേണ്ടി തുടങ്ങിയത്. ഭീകരവാദവും തീവ്രവാദവും അതിശക്തമായി രാജ്യത്തിന്റെ സമാധാനത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ സമാധാനത്തിന്റെ ഉണർത്തുപാട്ട് പാടുവാൻ നിയുക്തരാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ അവരാ ദൗത്യ നിർവഹണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കലാപവും കാലുഷ്യവും ഉണ്ടാകുമ്പോഴും ഉത്തരേന്ത്യയിൽ സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക് മതജാതി വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എത്തുന്നത്. രാഷ്ട്രീയം പരാജയപ്പെടുന്നിടത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ പരാജയം സമ്മതിക്കുന്നിടത്ത് സൂഫിവര്യന്മാരുടെ ഓർമ്മകൾ ജയിച്ചു നിൽക്കുന്നു. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ ജ്വലിച്ചു നിൽക്കുന്ന വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ ഈ തലമുറയ്ക്ക് കഴിയണം. സൗഹാർദ്ദത്തിന്റെ ഗാഥകൾ തീർത്ത് അനന്തപുരിയിൽ ഈ യാത്ര സമാപിക്കുമ്പോ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മതചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി അത് തുന്നിച്ചേർക്കപ്പെടും. ഒരു ചെറിയ സംഘമായി പുറപ്പെട്ട യാത്ര അനന്തപുരിയിൽ സമാപിക്കുമ്പോ അണമുറിയാത്ത മനുഷ്യരുടെ ഒരു പ്രവാഹമായി അത് രൂപാന്തരപ്പെടും. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും, വിശ്വാസധാരകളെ പുൽകുന്നവരുണ്ടാകും. ഈ മുദ്രാവാക്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല.
ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ മാനവികതയുടെ ശത്രുക്കൾക്ക് മാത്രമേ കഴിയൂ. മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അന്ധകർക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിലുള്ള ആളുകളെ കാലം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളാഞ്ചേരിയിലെത്തിയിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ 3 ദിവസത്തെ പര്യടനത്തിന്റെ സമാപനം ഇന്നിവിടെ കുറിക്കപ്പെടുകയാണ്. ഒരുപാട് സമരങ്ങൾക്ക്, ഒരുപാട് പോരാട്ടങ്ങൾക്ക്, മതസൗഹാർദ്ദത്തിന്റെ, മതമൈത്രിയുടെ നിരവധി ഗാഥകൾ രചിച്ച പാരമ്പര്യമുള്ള മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെയുള്ള നല്ല മനുഷ്യരുടെ സ്നേഹാദരങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജില്ലയിലെ പര്യടന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നാളെ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഈ യാത്ര കടന്നു പോകുവാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാലം തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച മഹാമനീഷികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മഹത് പുരുഷന്മാരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ എ.പി. അബൂബക്കർ മുസ്ലിയാർ ചരിത്രത്തിന്റെ താളുകളിൽ തന്നെ കാലമേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചവരുടെ പട്ടികയിൽ തലയെടുപ്പോടെ നിൽക്കും. ആ ചരിത്രം നാളെ നമുക്ക് വായിക്കാം. അതിനുള്ള സന്ദർഭവും സാഹചര്യവും ഉണ്ടാക്കിയ ബഹുമാന്യനായ ഉസ്താദ് അവറുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്ര അതിന്റെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമാകട്ടെ എന്ന് ജഗന്നിയന്താവായ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.